എന്റെ വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിലെ മടച്ചേരിലെ വീടില്ലേ, ആ വീട്ടിലെ സുധച്ചേച്ചിയുടെ മോളില്ലേ, അമൃതമോടെ കല്യാണമായിരുന്നേ, ഇന്നായിരുന്നേ. അപ്പം ഞാനാണെങ്കിൽ രാവിലെ കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കെട്ടിയനാണ് എൻ്റെ കൊണ്ടുവന്ന് 4000 രൂപ തന്നെ. എന്നിട്ട് എന്നോട് പറഞ്ഞേടി ഇത് അവർക്ക് സംഭാവന കൊടുക്കാനാണെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ എണ്ണി നോക്കി, അപ്പം 4000 രൂപയുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം എൻ്റെ മോടെ കല്യാണം വന്നപ്പോൾ അവരെനിക്ക് 2000 രൂപയാണ് തന്നത് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഈ പൈസയുമായിട്ട് ഞാൻ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം നടക്കുന്നത്. അപ്പം ഈ പൈസയും കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മൾ സംഭാവനയൊക്കെ കൊടുക്കുന്ന പൈസ അവിടെ എണ്ണി വാങ്ങിക്കാനായിട്ട് ആൾക്കാരിയ്ക്കുമല്ലോ. അവിടെ ഇരിക്കുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒന്ന് സുധാകരൻ ചേട്ടനെ, ഒന്ന് രാമു ചേട്ടനെ, ഒന്ന് പപ്പു ചേട്ടനെ, ഈ 3 പേരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം 2 പേര് അവിടെ ഇരുന്ന് എഴുതുക. അപ്പം ഞാൻ ഈ രാമു ചേട്ടൻ്റെ പൈസ കവറിനകത്തിട്ട് ഇങ്ങനെ കൊടുത്ത ഉടനെയാണെങ്കിൽ കൊടുക്കുകയും ഉടനെ തന്നെ രാമു ചേട്ടന് ഒരു ഫോൺ വന്നേ. അപ്പോഴത്തേന് പുറകിൽ എൻ്റെ കെട്ടിയൻ വന്ന് നിൽക്കുമായിരുന്നു. അപ്പം പറഞ്ഞു, എടാ കൊച്ചുമോനെ നീ ഇതോടെ എണ്ണാൻ പറഞ്ഞ്. അപ്പോഴത്തേക്കിന് എൻ്റെ കെട്ടിയൻ വാങ്ങിച്ചത് എണ്ണി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് 2000 രൂപയേ ഉള്ളൂ. അപ്പോഴത്തേക്കിന് എന്നെ ഒരു നോട്ടം ഇങ്ങനെ, എന്നിട്ട് പറയടി ഞാൻ 4000 രൂപയല്ലേ തന്നതെന്ന്. അപ്പം ഞാൻ പതുക്കെ പറഞ്ഞു, നമ്മുടെ മോടെ കല്യാണത്തിന് 2000 രൂപയെ തന്നുള്ളല്ലോ എന്ന്. അപ്പോൾ ഉടനെ പറഞ്ഞു, ഇടി ദുഷ്ടേ, നീ അങ്ങ് വന്നേരടി, ഞാൻ നിനക്ക് തരാമെന്ന്. ഇപ്പം എന്താ മനുഷ്യൻ പുറകിന് വരുന്നുണ്ട്, ഞാൻ എന്നും ചെയ്യുമെന്ന് ഓർത്ത് എനിക്കിരിക്കും. ഞാൻ ആ 2000 രൂപ ഞാൻ എടുത്താലും നിന്നെ എന്തേലും കുഴപ്പമുണ്ടോ?